അങ്ങനെ ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ജയിൽ നോമിനേഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ജിൻഡോയും അതേപോലെ ജാസ്മിനുമാണ്. ന്യായവും അന്യായവുമാണ് ജയിലിലേക്ക് പോകുന്നത്. ന്യായം തീർച്ചയായിട്ടും ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ ജയിലിലേക്ക് പോകേണ്ടത് ന്യായമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ അന്യായമായ കാരണങ്ങളാൽ ജിൻഡോയെ ജയിലിലേക്ക് വിട്ടു. പക്ഷേ ഇവിടെ ജിൻഡോ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ആരോടും വലിയ പരിഭവങ്ങളോ ജയിൽ നോമിനേഷൻ ചെയ്ത അങ്ങനെയുള്ള ഒരു ശത്രുത വെച്ച് മനസ്സിൽ വെച്ച് സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവിടെ പാവം കുനിഞ്ഞിരുന്ന് കരയാണ്. പക്ഷേ ഇവിടെ തെറ്റ് ചെയ്തിട്ട്, അതായത് ആക്റ്റീവ് അല്ലാതിരുന്ന, കിച്ചൺ ഡ്യൂട്ടി ചെയ്യാതിരുന്ന ജാസ്മിനെ എല്ലാവരും തക്കതായ കാരണങ്ങൾ പറഞ്ഞ് ജയിലിലേക്ക് വിട്ടപ്പോൾ ജാസ്മിൻ അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. അൻസിബയും അതേപോലെ നോറയും അഭിഷേകും നന്ദനയും എല്ലാം ജാസ്മിൻ്റെ പേര് പറഞ്ഞത് കിച്ചൺ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. കാണുന്നത് നമ്മൾക്കത് മനസ്സിലാവും കിച്ചൺ ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിനെ ഇങ്ങനെ ചീവീട് മൂളുന്നത് പോലെ മൂളിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. ലൈവിൽ അത് കഴിഞ്ഞിട്ടില്ല. നോമിനേറ്റ് ചെയ്തത് കിച്ചൺ ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ അന്ന് ഉള്ളി അരിഞ്ഞ് തന്നില്ലേ, ഞാൻ കഴിച്ച പാത്രം ഞാൻ കഴുകി വെച്ചില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജാസ്മിൻ പ്രതിരോധിക്കുന്നത്. അതാണോ കിച്ചൺ ഡ്യൂട്ടി? കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെയുള്ള മറ്റാളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അൻസിബ ചെയ്യുന്ന ഡ്യൂട്ടി അതേ അളവിൽ ജാസ്മിനും ബാധകമാണ്, അതേപോലെ തന്നെ ജിൻഡോയ്ക്കും ബാധകമാണ്. രണ്ടുപേരും അത് ചെയ്തില്ല എന്നുള്ളതാണ്. ജിൻഡോ പിന്നെയും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പോയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ചോറൊക്കെ വയ്ക്കുന്നതും ചോറ് ഊറ്റിയെടുക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ അതുപോലും ചെയ്തിട്ടില്ല. ആകെ 2 ക്യാരറ്റ് കട്ട് ചെയ്തതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ 1-2 പാത്രങ്ങൾ അവിടെ കഴുകി വെച്ചു. കഴിഞ്ഞ ആഴ്ച ഫുൾ പാത്രങ്ങൾ കഴുകിയത് ജിൻഡപ്പനായിരുന്നു. ജിൻഡപ്പന് അതിനൊരു ശിക്ഷ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് 3 ദിവസത്തെ ഫുൾ പാത്രങ്ങൾ കഴുകി വെച്ച് ജിൻഡപ്പനായിരുന്നു. അപ്പോൾ തക്കതായ ഒരു കാരണത്തോടെ തന്നെയാണ് ജാസ്മിനെ ജയിലിലേക്ക് വിട്ടിട്ടുള്ളത്. പക്ഷേ അതിനെതിരെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആകെ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ലൈവ്. ഇപ്പോൾ ഞാൻ ലൈവ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഇനി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ചിലപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓണാക്കാമെന്ന് വിചാരിച്ചിട്ട് ലൈവ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്.